നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളം മൊത്തത്തിൽ പ്രളയത്തിൽ ദുരിതമനുഭവിക്കുകയാണ്. പ്രത്യേകിച്ച് ഞാൻ വസിക്കുന്ന എന്റെ ജില്ലയായ പത്തനംതിട്ട മുഴുവൻ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. മല്ലപ്പള്ളി, തിരുവല്ല, കോഴഞ്ചേരി, റാന്നി, ആറന്മുള, കുറ്റൂർ ഭാഗത്തെ MC റോഡ് എന്നിങ്ങനെയുള്ള പ്രദേശങ്ങൾ മുഴുവൻ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. ചില കെട്ടിടങ്ങളുടെ 1-ാം നില വരെ മുങ്ങിപ്പോയിട്ടുണ്ട്. ഇവരെ എല്ലാം സന്നദ്ധ പ്രവർത്തകരും ഗവൺമെന്റിന്റെ ആളുകളും ചേർന്ന് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിലെനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതോടൊപ്പം വിഷമം അനുഭവിക്കുന്ന എന്റെ സഹജീവികളോടുള്ള ദുഃഖം, അവരോടുള്ള സ്നേഹം, അവരുടെ വിഷമത്തിൽ ഞാൻ പങ്കുചേരുകയാണ്. ഇതുപോലെ ഒരു ദുരന്തം മുൻകാലങ്ങളിലും ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ ദേശത്ത് മഴ പെയ്താലുടൻ വെള്ളം പൊങ്ങുന്നത്? കുറച്ച് ദിവസം മുൻപ് ഒരു വീഡിയോയിൽ ഞാൻ പറയുകയുണ്ടായി. അതിന് കാരണം നമ്മുടെ നദികളിൽ നിറഞ്ഞു കിടക്കുന്ന മണലാണ്. ഇത് ഞാൻ ഇതിനു മുൻപ് കുറെ നാളുകൾക്ക് മുമ്പും ഞാൻ പ്രതിപാദിച്ചതാണ്. നദിയിലെ മണലുകൾ വാരി മാറ്റി അതിന്റെ ആഴം വർദ്ധിപ്പിക്കാതെ ഈ വെള്ളപ്പൊക്കം ശമിക്കുകയില്ല. ഇതിന് അധികാരികൾ ശ്രമിക്കുന്നുമില്ല, ആരും കണ്ണു തുറക്കുന്നുമില്ല. മറ്റൊന്ന്, അശാസ്ത്രീയമായി നാം മണ്ണെടുക്കുകയും മണ്ണ് ഒരു സ്ഥലത്ത് കൊണ്ടിടുകയും ചെയ്യുന്നു. പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയെ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. ചെറിയ തോടുകളെല്ലാം നികത്തി നാം അവിടെ മതിൽ കെട്ടിയിരിക്കുകയാണ്. ഈ മതിലുകൾ ഒഴുകിപ്പോകാൻ വെള്ളത്തിന് സൗകര്യം ലഭിക്കാതെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. എവിടെ വെള്ളക്കെട്ടുണ്ടോ അവിടെ നോക്കിയാൽ നമുക്കറിയാം അതിന്റെ പരിസരത്തെല്ലാം മതിൽക്കെട്ടുകളാണ്. ഈ മതിൽക്കെട്ടുകൾ ചെറു തോടുകൾ രൂപപ്പെട്ടിരുന്ന സ്ഥലങ്ങളിലെല്ലാം തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ പരിസ്ഥിതിക്ക് നമ്മുടെ മണ്ണെടുപ്പും മണ്ണിടിയിലും മതിലുകെട്ടും വിഘാതം സൃഷ്ടിക്കുന്നത് കൊണ്ടാണ് ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. മൂഴിയാർ ഡാം തുറന്നു വിട്ടപ്പോൾ ആ വെള്ളം കൂടി ഒഴുകി വന്നു. അങ്ങനെ ചെറിയ ഡാമുകൾ പലതും തുറന്നു വിട്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് മുൻകാലങ്ങളിലും സംഭവിച്ചത്. അന്ന് മേനി പറഞ്ഞവർ ഇന്ന് മിണ്ടുന്നില്ല. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? ദുരിതമുണ്ടാകുമ്പോൾ കുത്തിത്തിരിപ്പുണ്ടാകരുതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇത് അന്ന് പറഞ്ഞോ? അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുമ്പോൾ പറഞ്ഞോ ദുരിതമുണ്ടാകുമ്പോൾ കുത്തിത്തിരിപ്പുണ്ടാകരുതെന്ന്? രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിട്ടിരുന്നപ്പോൾ പറഞ്ഞോ ദുരിതമുണ്ടാകുമ്പോൾ കുത്തിത്തിരിപ്പുണ്ടാകരുതെന്ന്? അന്ന് ഇതൊന്നും ഓർത്തില്ല. അതെല്ലാം മാൻമെയ്ഡ് വെള്ളപ്പൊക്കമായിരുന്നു. ഈ ഫ്ലഡ് മാൻമെയ്ഡ് ആയിരുന്നു. ഇന്ന് പ്രകൃതി ദുരന്തം, തന്നെത്താനെ മഴ പെയ്ത് ഒഴുകി വന്ന വെള്ളമാണ്. ഈ വെള്ളം ഇനിയും മഴ പെയ്യുമ്പോഴും ഇവിടെ ദുരന്തങ്ങൾ ഉണ്ടാകും. കാരണം ഞാൻ ആദ്യം പറഞ്ഞ കാരണങ്ങൾ തന്നെ. ഇവിടുത്തെ മണ്ണെടുപ്പും മണ്ണിടിയിലും മതിൽക്കെട്ടുകളും ഈ സംസ്ഥാനത്തെ വെള്ളം ഒഴുകിപ്പോകാൻ സമ്മതിക്കാതെ ഇവിടെ കെട്ടിക്കിടക്കും. ഇവിടുത്തെ നദികളിൽ കെട്ടിക്കിടക്കുന്ന മണൽ വാരി മാറ്റാതെ ഈ നദികൾ സുഗമമായി ഒഴുകുകയില്ല. ഞാൻ ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞനും ഒന്നുമല്ല. പക്ഷെ ഈ ദേശത്ത് കാണുന്ന പല കാര്യങ്ങളുടെയും കുഴപ്പങ്ങൾ നമുക്ക് കണ്ടാൽ മനസ്സിലാകും. അതിന് രാഷ്ട്രീയക്കാരനാകണമെന്നില്ല. നാം ജീവിക്കുന്ന ചുറ്റുപാടുകളെ പറ്റി നാം മനസ്സിലാക്കിയാൽ മതി. അതിനെപ്പറ്റി പഠിച്ചാൽ മതി. പഠനം നടത്തിയാൽ മതി. ഇനി അടുത്ത കൊല്ലവും വരും മഴയും വെള്ളപ്പൊക്കവും. അതിനെ നമ്മൾ അതിജീവിക്കണമെങ്കിൽ ഇപ്പോഴേ നാം കരുതണം. ആവശ്യമില്ലാത്ത മതിലുകൾ മാറ്റിയിട്ട് അവിടെ പണ്ട് ഉണ്ടായിരുന്ന തോടുകൾ പുനഃസ്ഥാപിക്കണം. പണ്ടും റാന്നി ഇങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ അന്ന് റാന്നിയിൽ റോഡിന് ഇരുവശത്തും ഇതുപോലെ മുന്തിയ മതിലുകളില്ലായിരുന്നു. മല്ലപ്പള്ളി ഇങ്ങനെ തന്നെയായിരുന്നു. അന്നും ഇതുപോലെ മതിലുകളും മണ്ണെടുപ്പും മണ്ണിടിയിലും ഇല്ലായിരുന്നു. കുറ്റൂരും ഇങ്ങനെ തന്നെയായിരുന്നു. ആറന്മുളയും ഇങ്ങനെ തന്നെയായിരുന്നു. എല്ലാ സ്ഥലങ്ങളും 50 വർഷം മുമ്പ് ഇങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ അന്ന് മതിലുകളും മണ്ണെടുപ്പും മണ്ണിടിയിലും സ്ഥലം നികത്തലും സ്ഥലം കുഴിക്കലും ഒന്നുമില്ലായിരുന്നു. അത് വന്നപ്പോൾ പരിസ്ഥിതിയെ മറന്നുകൊണ്ട് നാം ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ആണ്
നിന്ന് അനുഭവിക്കുന്ന ദുരന്തങ്ങൾക്ക് കാരണം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത വർഷമെങ്കിലും മുൻ ഒരുക്കങ്ങൾ നടത്തിയാൽ ഈ വെള്ളപ്പൊക്കത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം. അല്ലാതെ ഇത് ഒരു ഭരിക്കുന്ന ഗവൺമെന്റ് വരുത്തിയതാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതി ഇനിയെങ്കിലും മാറ്റണമെന്ന് വളരെ വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഇവിടെ ഈ വീഡിയോ നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരെ നന്ദി, നമസ്കാരം.